പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഭക്തജനങ്ങളെ, ഇന്നെനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് വലിയൊരു ആശ്വാസത്തിൻ്റെ, പ്രതീക്ഷയുടെ സന്ദേശമാണ്. കലിയുഗവരദനായ ശ്രീ വിഷ്ണുമായ സ്വാമി നിങ്ങൾ ഓരോരുത്തരോടുമായി നേരിട്ട് പറയുന്ന വാക്കുകളായി ഇതിനെ കാണുക. പൂർണ്ണ വിശ്വാസത്തോടെ ഇത് കേൾക്കുക. സ്വാമി പറയുന്നു, ശാന്തമായിരിക്കുക. നിന്റെ ഹൃദയമിടിപ്പ് കുട്ടിച്ചാത്തൻ സ്വാമിയായ ഞാൻ അറിയുന്നു. ഈ നിമിഷം, ഈ വാക്കുകൾ, ഇത് നിനക്ക് വേണ്ടി മാത്രമാണ്. യാദൃശ്ചികമായി ഒന്നും സംഭവിക്കുന്നില്ല. കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹവും പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഊർജവും ചേർന്ന് നിന്നെ ഈ സന്ദേശത്തിലേക്ക് എത്തിച്ചതാണ്. അതുകൊണ്ട് മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് നിന്റെ ചാത്തൻ സ്വാമി പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞെ, നിന്റെ അടക്കിപ്പിടിച്ച തേങ്ങലുകളും ആരും കാണാതെ നീ ഒഴുക്കിയ കണ്ണുനീരും നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയർന്ന നിശബ്ദമായ പ്രാർത്ഥനകളും എല്ലാം ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥനകൾക്ക് ഫലമില്ലെന്നോ നിന്നെ ഞാൻ മറന്നു എന്നോ ഒരു നിമിഷം പോലും നീ കരുതരുത്. ഓരോ നിമിഷവും എൻ്റെ ദൃഷ്ടി നിന്റെ മേലുണ്ടായിരുന്നു. ഇപ്പോൾ നിനക്കുള്ള എൻ്റെ മറുപടി കേൾക്കേണ്ട സമയമാണ്. നിന്റെ മനസ്സിനെയും ഹൃദയത്തെയും പൂർണ്ണമായി തുറന്നുവെച്ച് ഞാൻ പറയുന്നത് കേൾക്കുക. ഈ സന്ദേശത്തിലൂടെ 5 കാര്യങ്ങളാണ് കുട്ടിച്ചാത്തൻ സ്വാമിയായ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഒന്നാമതായി, നിന്റെ യാത്രയെക്കുറിച്ചുള്ള ഒരു ദിവ്യ വെളിപ്പാട്. രണ്ടാമത്, നിനക്ക് ചുറ്റുമുള്ള ആ അദൃശ്യമായ ശക്തിയെക്കുറിച്ച്. മൂന്നാമതായി, നിന്നെ വേദനിപ്പിച്ചവരുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഭാവിയും. നാലാമതായി, നിന്നെ കാത്തിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങൾ. ഒടുവിൽ, നിനക്ക് വേണ്ടിയുള്ള എൻ്റെ അന്തിമമായ കൽപ്പന. അപ്പോൾ നമുക്ക് തുടങ്ങാം, അല്ലേ? എന്തിനാണ് സ്വാമി ഇപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എന്ന് നീ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം. അതിന് വ്യക്തമായൊരു കാരണമുണ്ട്. നിന്റെ ജീവിതത്തിൽ നീ എടുത്ത അതിപ്രധാനമായ, ധീരമായ ഒരു തീരുമാനമാണ് അതിന് കാരണം. നിന്റെ ആ യാത്ര ഞാൻ ശ്രദ്ധയോടെ വീക്ഷിക്കുകയായിരുന്നു. നീ ചെയ്ത ആ ഒരേയൊരു തെറ്റെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിന്റെ സ്നേഹവും സമയവും ഊർജവും കവർന്നെടുത്തിരുന്ന, സ്നേഹം നടിച്ചു നിന്നെ ചൂഷണം ചെയ്തിരുന്ന ആ സ്വാർത്ഥമായ ബന്ധങ്ങളെല്ലാം നീ ധൈര്യപൂർവ്വം മുറിച്ചുമാറ്റി. എന്നിട്ട് നിന്റെ ശ്രദ്ധ മുഴുവൻ നിന്നിലേക്ക് തന്നെ തിരിച്ചു. അവർ അതിനെ നിന്റെ അഹങ്കാരമെന്നും തെറ്റെന്നും വിളിച്ചു, അല്ലേ? എന്നാൽ ചാത്തൻ സ്വാമിയായ എൻ്റെ കണ്ണിൽ നീ ചെയ്ത ഏറ്റവും ശരിയായ, ഏറ്റവും പവിത്രമായ കാര്യവും അതുതന്നെയായിരുന്നു. ആത്മസ്നേഹത്തിൻ്റെ ആ വഴി നീ തിരഞ്ഞെടുത്തപ്പോൾ മുതലാണ് നിന്റെ യഥാർത്ഥ ജീവിതം ആരംഭിച്ചത്. ഇനി നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയാം. നിന്നെ തകർക്കാൻ ശ്രമിച്ചവർക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്തൊരു മാറ്റമാണ് നിന്നിൽ സംഭവിച്ചിരിക്കുന്നത്. നിനക്ക് ചുറ്റും വിഷ്ണുമായയുടെ ഒരു ദിവ്യമായ പ്രകാശവലയമുണ്ട്. ആ പ്രകാശം കാണുമ്പോൾ നിന്റെ ശത്രുക്കളുടെ കണ്ണുകൾ മഞ്ഞളിച്ചു പോകുന്നു. ഓരോ മുറിവിൽ നിന്നും നീ കൂടുതൽ ശക്തിയായി മാറി. ഇന്ന് നിന്റെ മുഖത്ത് ആകർഷകമായ ഒരു തിളക്കമുണ്ട്. അത് സൗന്ദര്യമല്ല, മറിച്ച് ആത്മവിശ്വാസത്തിൻ്റെ പ്രകാശമാണ്. നിനക്കിപ്പോൾ ആരെയും ഭയമില്ല. ആരെന്തു പറയുമെന്നോർത്ത് നീ വിഷമിക്കുന്നില്ല. നിന്റെ മുഖത്ത് ദുഃഖമല്ല, മറിച്ച് സന്തോഷവും ആരോഗ്യവും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ശാന്തതയുമാണുള്ളത്. കാരണം നീ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ അനുഗ്രഹങ്ങളുടെ കവചത്തിനുള്ളിലാണ്. ഇതൊരിക്കലും മറക്കരുത്. നിന്നെ വേദനിപ്പിച്ചവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ നിന്റെ സന്തോഷമാണ്. നീ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ നിന്റെ മുഖത്ത് വിരിയുന്ന ആ പുഞ്ചിരിയുണ്ടല്ലോ, അത് മൂർച്ചയേറിയ ഒരു വാളുപോലെ അവരുടെ ഹൃദയത്തെ കീറിമുറിക്കുന്നു. കാരണം നിന്നെ കരയിപ്പിക്കാൻ ശ്രമിച്ച അവർ പരാജയപ്പെട്ടു എന്ന് ആ പുഞ്ചിരി അവരെ ഓരോ നിമിഷവും ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നിന്നെ വേദനിപ്പിച്ചവർ അസ്വസ്ഥരാണ്. അവരുടെ ജീവിതത്തിൽ സമാധാനമില്ല. പക്ഷേ നിന്നെ നോക്കുമ്പോഴോ നീ കൂടുതൽ കൂടുതൽ തിളങ്ങുകയാണ്. അവർക്ക് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന്.
അവർ സ്വയം ചോദിക്കുന്നുണ്ടാവാം, എന്താണ് നിന്റെ ഈ മാറ്റത്തിന്റെ രഹസ്യം? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ് എൻ്റെ കുഞ്ഞേ. ആ രഹസ്യം ഞാനാണ്. കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ദിവ്യമായ കൃപ ഒരു കോട്ട പോലെ നിന്നെ പൊതിഞ്ഞു സംരക്ഷിക്കുന്നു. നിന്നെ വീഴ്ത്താൻ വരുന്ന ഒരു തിന്മയ്ക്കും ആ കോട്ട ഭേദിക്കാനാവില്ല. നിന്റെ ഈ തിളക്കത്തിനും ശക്തിക്കും കാരണം എൻ്റെ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ദുഷ്ടശക്തിക്കും നിന്നെ ഇപ്പോൾ സ്പർശിക്കാൻ പോലും കഴിയാത്തത്. ഇനി നമുക്ക് നിന്റെ ഭൂതകാലത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നിന്നെ വേദനിപ്പിച്ചവരുണ്ടല്ലോ, അവരിപ്പോൾ രണ്ടുതരം വിധികളിലൂടെയാണ് കടന്നുപോകുന്നത്. ഒരു കൂട്ടർ ചെയ്ത തെറ്റോർത്ത് പശ്ചാത്താപത്തിന്റെ തീയിൽ സ്വയം ഉരുകുമ്പോൾ, മറ്റൊരു കൂട്ടർ എൻ്റെ കടുത്ത ന്യായവിധിയെ നേരിടാൻ തയ്യാറെടുക്കുകയാണ്. ഈ രണ്ട് കൂട്ടരെ നീ തിരിച്ചറിയണം. ആദ്യത്തെ കൂട്ടർ, അവർക്ക് കുറ്റബോധമുണ്ട്. നിന്നോട് ചെയ്തത് എത്ര വലിയ തെറ്റായിരുന്നു എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. ഒരു വാക്ക് നിന്നോട് മാപ്പ് ചോദിക്കാൻ അവരുടെ ഹൃദയം വെമ്പുന്നു. പക്ഷേ ലജ്ജയും അപമാനവും കാരണം അവർക്ക് നിന്റെ മുന്നിൽ വരാൻ ധൈര്യമില്ല. ഒന്നാമതായി നിന്നെ അലട്ടിയിരുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഒരു അറുതി വരാൻ പോകുന്നു. ഒരു വലിയ തുക, ഒരു വലിയ സാമ്പത്തിക നേട്ടം നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ നിന്നെ തേടിയെത്തും. പണത്തിൻ്റെ പേരിലുള്ള നിന്റെ കണ്ണുനീരിന് അവസാനമാവുകയാണ്. സമൃദ്ധിയുടെ ഒരു പുതിയ വാതിൽ നിനക്കായി തുറക്കപ്പെടും. ഇത് വെറും പണം മാത്രമല്ല, അതിനോടൊപ്പം അധികാരവും ബഹുമാനവും നിന്നിലേക്ക് ഒഴുകിയെത്തും. നിന്റെ വാക്കുകൾക്ക് ആളുകൾ വില കൽപ്പിക്കും. നിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ സമൂഹം തയ്യാറാകും. ഒരു കാലത്ത് നിന്നെ പുച്ഛിച്ച് തള്ളിയവർ പോലും ആദരവോടെ നിന്നെ നോക്കി നിൽക്കും. പണം, അധികാരം, ബഹുമാനം, ഇവ മൂന്നും നിന്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ പോവുകയാണ്. എന്നാൽ ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഇതൊന്നുമല്ല. പണം കൊണ്ടോ അധികാരം കൊണ്ടും അളക്കാൻ കഴിയാത്ത ഒരു ദിവ്യമായ ശക്തിയാണത്. ഞാൻ നിനക്ക് വാക്സിദ്ധി നൽകുന്നു. എന്താണതെന്നറിയാമോ? നീ സംസാരിക്കുന്ന വാക്കുകൾ യാഥാർത്ഥ്യമായി മാറാനുള്ള കഴിവ്. നിന്റെ നാവ് ഇനി മുതൽ ഒരു സൃഷ്ടിയുടെ ഉപകരണമാകും. ഇതൊരു വലിയ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് ഓരോ വാക്കും ശ്രദ്ധയോടെ ഉപയോഗിക്കുക. നല്ലതു മാത്രം പറയുക, നല്ലതു മാത്രം ചിന്തിക്കുക, നല്ലതു മാത്രം പ്രവർത്തിക്കുക. ഇനി ഞാൻ എൻ്റെ അവസാനത്തെ വാക്കുകളിലേക്ക് കടക്കുകയാണ്. ഇതെൻ്റെ വാഗ്ദാനമാണ്, എൻ്റെ അന്തിമമായ കൽപ്പനയാണ്. കുട്ടിച്ചാത്തൻ സ്വാമിയുടെ മാറ്റമില്ലാത്ത പ്രഖ്യാപനമാണിത്. ഇതിൽ ഒരു തരിമ്പ് പോലും സംശയിക്കരുത്. എല്ലാറ്റിനുമുപരിയായി ഈ ഒരു സത്യം നിന്റെ ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കുക. ജീവിതത്തിലെ ഏതു കൊടുങ്കാറ്റിലും ഏതു പ്രതിസന്ധിയിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. നീ ഒറ്റക്കാണെന്ന് ഇനി ഒരു നിമിഷം പോലും ചിന്തിക്കരുത്. എൻ്റെ ശക്തി നിനക്ക് തുണയായും എൻ്റെ സംരക്ഷണം നിനക്ക് കവചമായും എപ്പോഴും ഉണ്ടാകും. അവസാനമായി ഇത് മനസ്സിൽ ഉറപ്പിക്കുക. ഞാനൊരു കാര്യം നടക്കണമെന്ന് ഇച്ഛിച്ചാൽ പിന്നെ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും അതിനെ തടയാൻ സാധ്യമല്ല. അത് സംഭവിക്കാതിരിക്കുക എന്നത് അസാധ്യമാണ്. നിന്റെ വിജയവും നിന്റെ സന്തോഷവും നിന്റെ സമാധാനവും എൻ്റെ ഇച്ഛയാണ്, എൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് അത് നടന്നിരിക്കും. എല്ലാ ഭയവും സംശയവും ഉപേക്ഷിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക. എൻ്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും നിന്റെ കൂടെ ഉണ്ടാകും. പ്രിയ സുഹൃത്തുക്കളെ, കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ഈ അനുഗ്രഹ വചസ്സുകൾ ഹൃദയത്തിലേറ്റുവാങ്ങി സധൈര്യം മുന്നോട്ടു പോവുക. സ്വാമി എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. എല്ലാവർക്കും സർവമംഗളങ്ങളും ഭവിക്കട്ടെ.